Can you the government of Karnataka ഞാനാ ലുട്ടാപ്പി കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി കടുവകളും കിടുവകളും എന്ത് ഇംഗ്ലീഷ് കേട്ടാൽ പേടിക്കും. കടുവകളും കിടുവകളും മാത്രമല്ല, കർണാടകയിലുള്ള സകല കടന്നൽക്കൂട് വരെ ഇളകിയെന്നാണ് കരക്കമ്പി. Purely belongs to government property. It's a GBA property. That's why we have to did the demolition. so So what Kerala thinks today, Karnataka thinks tomorrow, India is my country. can you the government of Karnataka ഇതിങ്ങനെ മൂന്നാമത് പിടിക്കുന്ന ഏതോ ഒരു പാട്ടറ ഓ റാനു ഗവൺമെന്റ് ഓഫ് കർണാടക അല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്? അത് ശരി. can you the government of Karnataka Can you the government of കർണാടക, അതാണ് പിച്ച്. അത് കിട്ടുന്നത് വരെ അണ്ണനത് ആവർത്തിക്കും. പിന്നെ ക്യാൻ യു ദ ഗവൺമെന്റ് ഓഫ് കർണാടക എന്നുള്ളത് കൊണ്ട് ഇങ്ങാരെന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് ആ റിപ്പോർട്ടർ ഒന്നും ഇല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഊഹിച്ചെടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിത്തള്ളുക. അതേ മാർഗമുള്ളൂ. കൂടെ നിൽക്കുന്നവന്മാർ ഏത് ദിക്കിൽ എങ്ങോട്ട് ഓടിയാ വീട്ടിൽ ചെന്ന് കയറി രക്ഷപ്പെടാന്നുള്ള ചിന്തയില. വരട്ടണ്ണ, അണ്ണനെ കൊണ്ട് പറ്റുവണ്ണ. മറ്റേ പേപ്പർ കഷ്ണം ഇല്ലേ പോക്കറ്റ്, അല്ല മേക്കേ എന്ന് പറഞ്ഞാൽ മേക്കേ ബിരിയാണി, ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം. അതും അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ആ സാഹചര്യം വെച്ച് മേക്കേ ഹൗസ്. ഇത്ര ഓപ്ഷൻ മതിയാണോ? പറ. മേക്കേ ഓഡിറ്റ്. ഓഡിറ്റ്. നല്ല പവറുള്ള ഇടിയിലെ ഇത് റെഡി ആവുള്ളൂ എന്ന് തോന്നുന്നു. In Karnataka city regarding this അണ്ണ ആവാഹിച്ചെടുത്തത് മതി. ഇതിപ്പോ എല്ലാ വാക്കുകളും 3 തവണ ആവർത്തിക്കുന്നുണ്ടല്ലോ. അവിടെ വല്ല പൂജ നടക്കുന്നുണ്ടോ? റിഗാർഡിംഗ് ദി ചൂട് കപ്പ എടുത്ത് എപ്പോൾ വായിലിട്ട് അവിടെ നിൽക്കുന്ന ലോക്കൽസ്, ഭാഷ അറിയാൻ വയ്യാത്ത ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. പറഞ്ഞു തരുന്നു നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇവിടുന്ന് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോയത്. കൂടെ നിൽക്കുന്ന കറുപ്പ് ഷർട്ട് ഇട്ട അണ്ണൻ ഇതുവരെ തലയൊന്നും പൊക്കിയിട്ടില്ല. ഇതിലീ ഭേദം ബുൾഡോസറിന്റെ ഇടയിൽ പെട്ടെന്ന് മരിക്കുന്നതായിരുന്നു. പണ്ട് ഓർമ്മയുണ്ടല്ലോ, കന്യാസ്ത്രീകളെ കാണാൻ ജയിലിന്റെ മുന്നിൽ ചെന്ന് നിന്ന് മറ്റവർ പറഞ്ഞതിന്റെ എക്സ്പ്രഷൻ ഇട്ടത്. അത്രേ ഉള്ളു. അവര് പറയും ഞാൻ എക്സ്പ്രഷൻ ഇടും. ഒന്നും വേണ്ട, എല്ലാം കൊണ്ടേ പോവുള്ളൂ ഞാൻ. How many of them? So എന്തിനിങ്ങനെ മലയാളികളെയും കേരളത്തെ നാറ്റിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങുന്നു? ഇവിടെ എങ്ങാനുള്ള ബിരിയാണിയും കഴിച്ച് കിടന്നാ പോരെ, വല്ല കാര്യമുണ്ടോ? the government. So because why did they here? Bulldozer, but why here? People, but why here? People here so much rain, no biryani, no tea, no bed, but why? Reporter is the Karnataka is the responsible of the rain and the bulldozer, but why? Why only the pure? Why only the pure? Why only the pure? Poor എന്നാണ് അണ്ണ ഉദ്ദേശിച്ചത്. only the pure. എൻ്റെ പൊന്നെണ്ണോ, നിങ്ങൾ ഇംഗ്ലീഷിൽ ഇത്രയും പുലിയായിരുന്നെന്ന് ഇവിടെ ആരും അറിഞ്ഞില്ല. കന്നഡ ചാനലായതുകൊണ്ട് ഇത് ഇവിടോട്ടൊന്നും എത്തത്തില്ല എന്നുള്ള ധൈര്യത്തിൽ എങ്ങാണ്ടാ നിന്ന് ആർമാദിച്ചത്. കേരളത്തിൽ നിന്നെങ്ങാനാണ് നിങ്ങളവിടെ ചെന്നതെന്ന് വല്ലയിടത്തും പറഞ്ഞെന്ന് ഞങ്ങൾ അറിഞ്ഞ ആറ്റാൽ അമ്മച്ചിയാണ്. ഇനി ആരും ചിരിക്കല്ലേ, ഒരു കാര്യം കൂടെ പറയാം. ഇതാണ് ഇന്നലെ കൈരളി ചാനലും ദേശാഭിമാനിയും ഒക്കെ ബുൾഡോസർ രാജിനെ കർണാടകയിൽ ചെന്ന് വിറപ്പിച്ച് റഹീം. സത്യത്തിൽ ഒരു 1.5 വിറയായിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് നമ്മൾ വരെ വിറച്ചില്ലേ. ആ റിപ്പോർട്ടർക്ക് തുള്ളൽപ്പനിയാണെന്നാണ് കേട്ടത്. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇമാതിരി എക്സ്പ്രഷൻ ഇട്ടല്ലേ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. നാട്ടുകാർ ചുറ്റും കൂടിയിട്ടുണ്ട്. എന്തൊക്കെ എടുത്ത് മറിക്കാൻ അവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് ആ പാവങ്ങളുടെ ധാരണ. 5-6 ഫോട്ടോ പത്രത്തിൽ വരാനാണ് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് നമ്മക്കല്ലേ അറിയത്തുള്ളൂ. മനുഷ്യൻ പറയുന്ന അങ്ങേരുടെ റേഷൻ കാർഡും ആധാർ കാർഡും കറണ്ട് ബില്ലും എല്ലാം ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു
പ്രദേശവാസിയാണെന്നൊക്കെയാ അന്നങ്ങേര് പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷെ ഈ എക്സ്പ്രഷൻ ഇട്ട് തകർത്ത് ക്യാമറ നോക്കുന്നുണ്ടോ? ഓ, അവിടെ എല്ലാം നിങ്ങൾക്ക് അടി തന്നോ? ഷോ എന്നിട്ട് അതാ അണ്ണൻ്റെ റിയാക്ഷൻ. ശിവകുമാർ മുഖ്യ അണ്ണൻ്റെ നാക്കയിൽ ഇന്നലെ ചട്ടുകം വെച്ച് പൊള്ളിച്ചു കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇത്തിരി കുറവുണ്ട് അസുഖത്തിന്. അവരുടെ കാര്യം അവർ നോക്കിക്കോളാന്ന്. ഈ TV ചാനലുകാർ വരെ ചോദിക്കുന്നു ഇവർക്ക് എന്ത് സംബന്ധമാണ് ഇതുമായിട്ട്. എന്തെങ്കിലും കാര്യമുണ്ട്? റഹീമണ്ണൻ്റെ അവസാന തടവ് എന്താണെന്നറിയാമോ? കയ്യിലുള്ള ABCD തീർന്നു കഴിയുമ്പം പിന്നെ മലയാളത്തിലെടുത്തിട്ട് അങ്ങ് അലക്കും. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അത് വേറെ കാര്യം. സ്ഥലപ്പേര് പോലും അറിഞ്ഞൂടാ. ഇപ്പൊ കേട്ടോണം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫക്കീർ ഖാൻ കോളനി. ഫക്കീർ ഖാൻ അല്ല, ഷാരൂഖ് ഖാൻ. അത് ഫക്കീർ കോളനി എന്ന് പോലും അറിഞ്ഞുകൂടാ. ഫക്കീർ ഖാൻ എന്ന്. അതോടൊപ്പം തന്നെ വസീം ലേഔട്ട് എന്ന് പറയുന്ന കോഗുലോ ലേഔട്ട്. കണ്ട എവിടാ നിൽക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. എവിടെയോ ഇങ്ങനെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടോട്ട് ഓടി ചെല്ലുക, ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിൽക്കുക, കുറച്ച് ABCD പറയുക, കിടന്നുരുളുക, നാറുക, നാടിനെ നാറ്റിക്കുക, ഇങ്ങ് തിരിച്ചു വരിക. അതിൻ്റെ ഇടയ്ക്ക് പറ്റിയ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം, ഇച്ചിരി നല്ല ബിരിയാണിയൊക്കെ കഴിക്കണം. ബാംഗ്ലൂരിലെ ബുൾഡോസർ രാജ് നടന്ന സ്ഥലത്താണ്. അല്ല, കുറച്ചും കൂടി ഈ പൊസിഷനിൽ പിടിച്ചാൽ വാച്ച് ഇത്തിരിയും കൂടെ കാണാൻ പറ്റും നന്നായിട്ട്, ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊക്കെ കാണാൻ പറ്റും. ബുൾഡോസർ രാജ് നടന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. സ്ഥലം എവിടെയാണെന്നൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിൽ നിന്നും എത്രയോ ഭയാനകമായ കാഴ്ചയാണ്. അത് കറക്റ്റ് അണ്ണ. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ അറ്റവും വാലും ഒക്കെ അണ്ണൻ്റെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴേ ഇത്രയും ഭയാനകമായിട്ടുള്ള സാധനമൊക്കെ കയ്യിരിക്കുന്നതെന്ന് അമ്മച്ചിയാണ് സത്യം ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഒന്നും അറിഞ്ഞുകൂടല്ലേ? നാണമില്ലേ അണ്ണ നിങ്ങൾക്ക്? ഈ കുറേ ആളുകൾ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്നോട് ദേഷ്യം പറയുന്നുണ്ട്. എന്താ, ഇംഗ്ലീഷാണോ ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയക്കാരനാകാനുള്ള അടിസ്ഥാന യോഗ്യത? ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇവിടെ ജീവിക്കണ്ടേ, സേവനങ്ങൾ ചെയ്യണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇങ്ങനെ ആരാ MP എവിടെ ചെന്നിരുന്ന് പ്രസംഗിക്കണ്ടയാ? തിരുവനന്തപുരത്ത് നിയമസഭയിലല്ല ജനങ്ങൾക്ക് വേണ്ടി ഇരുന്ന് സംസാരിക്കുന്നത്, പാർലമെന്റിൽ. അവിടെ ചെന്ന് കിടത്ത് കാണിക്കുന്ന ഗോഷ്ഠികൾ വേറെ. അത് പിന്നെ എഴുതി വായിക്കാനാണെങ്കിലും എങ്ങനെങ്കിലും ഒക്കെ പറഞ്ഞ് ഒപ്പിക്കും. പിന്നെ മലയാളത്തിൽ സംസാരിച്ചാൽ അവർക്ക് ട്രാൻസ്ലേറ്റർ ഉള്ളതുകൊണ്ട് ഓക്കെ. ഈ 100% സാക്ഷരത, കേരളം നമ്പർ 1, കേരളം മോഡൽ എന്നൊക്കെ ലോകം മുഴുവൻ നടന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് തെറ്റാണോ? ഇത് നിങ്ങൾ കേട്ടല്ലോ. ഇത് AI നിർമ്മിതമൊന്നുമല്ല, ഒറിജിനൽ സാധനമാണ്. അങ്ങേർക്ക് വവൽസ് തുടങ്ങുന്ന വേർഡ്സിന് മുമ്പ് ആണ് ചേർക്കേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാ. ഓഡിറ്റ് എന്നൊരു നേഴ്സറി കുട്ടി പോലും ഇന്നത്തെ അവസ്ഥ പറയുമോ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറയുമോ ഓഡിറ്റ് എന്ന്? ഒരു നാണോ ഇല്ല നിങ്ങൾക്ക്. പക്ഷെ അല്ലെങ്കിൽ പറയണം, മലയാളം അറിയുള്ളൂ, മലയാളത്തിൽ. പക്ഷെ മലയാളം വരുമ്പം കഥാപ്രസംഗം നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം സെന്റിമെന്റ്സ് അതിനകത്ത് കൂട്ടിക്കുഴച്ച് ചേർത്ത് കണ്ട പറഞ്ഞില്ലേ? സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ, അവരൊക്കെ പുലർച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് അത് നേരിട്ട് അവിടെ നിന്ന് കണ്ടതുപോലെയാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. അക്കാര്യത്തിനൊക്കെ അണ്ണനെയൊക്കെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ചെറിയ വീടുകൾക്കുള്ളിൽ അവരെ തേടിയാണ് കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസറുകൾ എത്തിയത്. കണ്ടോ, ഇതിലൊന്നും അണ്ണനൊന്നും ഒരു രാഷ്ട്രീയ നേട്ടവും മുതലെടുപ്പോ ഒന്നും പ്രതീക്ഷിച്ചല്ല. ജസ്റ്റ് സഹതാപം, സഹജീവികളോടുള്ള സ്നേഹം. അതുകൊണ്ട് എടുത്തു പറഞ്ഞു കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസർ എന്ന്. സംഘപരിവാർ ഗവൺമെന്റ് ഇന്ത്യയിൽ എല്ലായിടത്തും ബുൾഡോസർ നടത്തിയത് മുസ്ലിംസ്, ദളിത്സുമാണ് വിക്ടിംസ്. ഇവിടെ സംഘപരിവാറിന്റെ ബുൾഡോസറിന്റെ വിക്ടിംസ് അതാ ഉദ്ദേശിച്ചത്. അത് മുസ്ലിംസും ദളിത്സും മാത്രമായിരുന്നു. ഇപ്പൊ കോൺഗ്രസും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഇനി കമ്മ്യൂണിസ്റ്റ് വന്നാലേ ഇവിടുത്തെ മുസ്ലിംസിനും ദളിത്സിനും ജീവിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിക്കോ. അപ്പോൾ കോൺഗ്രസ് സർക്കാരിൻ്റെയും സംഘപരിവാർ സർക്കാരുകളുടെയൊക്കെ പേര് പ്രത്യേകം ബുൾഡോസറുകൾ ഇന്ത്യയിൽ തയ്യാറാക്കി ഇറക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ആകെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതും നമ്മുടെ ജീവനും ജീവിതത്തിനും സ്വത്തിനും ഒന്നും അപകടം ഉണ്ടാക്കാത്തതും കമ്മ്യൂണിസ്റ്റ് ബുൾഡോസറുകൾ മാത്രമാണ്. അതുകൊണ്ട് അത്തരം ബുൾഡോസറുകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങൾ ഇനി അതിനെ പ്രോത്സാഹിപ്പിച്ചോളാം. അണ്ണം പറയുന്നത് എന്ത് വേണേൽ ചെയ്യാം കേട്ടോ. ഇതിനേക്കാൾ ഭേദമാണ് ദയവ് ചെയ്ത് ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലോ പറ്റുമെങ്കിൽ ഈ സ്റ്റേറ്റ് വിട്ട് പുറത്ത് പോകാതിരിക്കുക. അവിടെ ചെന്നാലും ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുക. അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളാണെന്ന് ആരോടും പറയാതിരിക്കുക.